പട്ടീനെ കെട്ടുറപ്പുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഭദ്രമായ കൂടിനുള്ളിൽ പട്ടീനെ സൂക്ഷിക്കുക എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവരുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് നമുക്ക് ഈ നാട്ടിൽ ജീവന് വളരെ ഭീഷണിയുണ്ട്. ഇവിടെ വസിക്കുന്ന മനുഷ്യർക്ക് ഭീതിയില്ലാതെ സുരക്ഷിതമായി വസിക്കാൻ കഴിയണം. അവർ വളർത്തു മൃഗങ്ങൾക്കും ആ ഒരു സംരക്ഷണം ഇവിടെ കിട്ടണം. ഏകദേശം ഇത്ര ദൂരത്ത് ഇങ്ങനെ നിൽക്കണ് അല്ലാണ്. പുലി തന്നെയാണോ അല്ല വല്ല പട്ടി പൂച്ചയോ? ഈ എന്തോ അലക്കാമല്ലോ വർത്താനോ പറയുന്നേ. പുലിയാണല്ലോ നല്ല ഒന്നാന്തരം പുള്ളിപ്പിന്. ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം. വന്നെത്തിയിരിക്കുന്നത് വാണിയപ്പാറ തട്ടിൽ സിബി തോട്ടത്തിൻ്റെ വീടിന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രി ഇവിടെ ഒരു സംഭവം നടന്നു. എന്താണെന്നല്ലേ, ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതിനെ ആ ചെറിയ സ്കൂളുകളുണ്ട് ഇപ്പൊ ശരിയായിട്ട് ഇപ്പൊ ശരിയായിട്ട് നമ്മൾ കണ്ട ദൃശ്യം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ചൊവ്വാഴ്ച രാത്രി സിബി തോട്ടത്തിൻ്റെ വീട്ടിൽ പുലി വളർത്തുനായെ പിടിച്ചതിൻ്റെ പിറ്റേന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഉള്ള ചർച്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവർ വളർത്തുനായെ മറവ് ചെയ്തിരുന്നില്ല, അത് അവിടെ തന്നെ വെച്ചു. പുലിയാണെങ്കിൽ അന്ന് രാത്രി വരുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനിവിടെ തന്നെ വെച്ചു. ബുധനാഴ്ച ഒരു രാത്രി 9 മണിയോടുകൂടി പുലി വന്ന് ആ ചത്ത വളർത്തുനായെ ഇവിടുന്ന് എടുത്ത് പോകുന്നത് നമ്മുടെ സിബിച്ചേട്ടൻ ഇവിടുത്തെ ഗൃഹനാഥൻ നോക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നു. അപ്പോൾ ഈ ഒരു പരമ്പര ഇത് ഇന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് 4 കേസ് ഇതേപോലെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ കൂട് അതേപോലെ തന്നെ CCTV ഉള്ള സംവിധാനങ്ങളിലൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുലിയെ പിടിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചേക്കാം. ഇവർ വളരെ ആശങ്കയിലാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ വിവിധ കാൽനട യാത്രയായി ഒരുപാട് യാത്രക്കാരൊക്കെ ഈ റോഡിലൂടെ ഒക്കെ പോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മോടൊപ്പം ഈ സിബിച്ചേട്ടൻ തന്നെ ചേരുന്നുണ്ട്. അന്ന് വന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്താണ് നിങ്ങളോട് ശരിക്കും പറഞ്ഞിരുന്നത്? അവർ പറഞ്ഞത് ഇതുപോലെ ഇപ്പം നിലവിൽ 2 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 4 കേസ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്കിവിടെ കൂട് സ്ഥാപിക്കാനുള്ള പെർമിഷൻ കിട്ടുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അതെ. അപ്പോൾ ബുധനാഴ്ച പുലിയെ കണ്ടു. അതെ അതെ. അത് അന്ന് രാത്രി തലേദിവസം പിടിച്ചതിൻ്റെ പിറ്റേന്ന് രാത്രി ഞാൻ ഇവിടെ മറവ് ചെയ്തിരുന്നില്ല. കാരണം പുലി വരുമെന്നൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരു 9 മണിയായപ്പം പുലി വന്ന് ഇതിനെ സാധനത്തിന് കൊണ്ടുപോയി. നിങ്ങൾ അന്നേരം ഫോറസ്റ്റുകാർ വിവരം അറിയിച്ചിരുന്നു? കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു വിവരം അറിയിച്ചു. അവർ വന്ന് ഇവിടെ വന്ന് നോക്കി അന്നേരം തന്നെ തിരിച്ചു പോയി. എന്താ അവർ പറഞ്ഞത്? അവരിത് വീണ്ടും ആവർത്തിക്കുന്ന കേസ് പട്ടീനെ കെട്ടുറപ്പുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഭദ്രമായ കൂടിനുള്ളിൽ പട്ടീനെ സൂക്ഷിക്കുക എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു വിചിത്രമായ ഒരു അതാണ് അവർ നമ്മളോട് പറഞ്ഞു തന്നത്. അങ്ങനെ ചെയ്യണം എന്നാണ്. അങ്ങനെയാണ് ഈ ജയിലിലൊക്കെ കുറ്റവാളികളെ സെല്ലിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നില്ല, അതേപോലെ വെക്കണമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. മെമ്പർ അന്ന് ഉണ്ടായിരുന്നു നമ്മോടൊപ്പം ഈ കാര്യങ്ങൾ സംസാരിക്കാൻ. ഇപ്പോൾ വന്ന് വളർത്തുനായെ കൊണ്ടുപോയി. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് അദ്ദേഹത്തോട് പറയാം? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അവരന്ന് ഇവിടെ വന്ന് പറഞ്ഞ പോലെ നമ്മുടെ സിബി പറഞ്ഞതുപോലെ 4 മൃഗങ്ങളെയോ പിടിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ കൂട് വയ്ക്കാൻ സാധിക്കൂ. അത് വളരെ എന്നാ പറയണ്ടേ, മനുഷ്യന്മാർ ഇത് കേട്ടാൽ തന്നെ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുവല്ലാത്ത കാര്യമാണ്. ഇപ്പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയോ അതുപോലെ ആരെങ്കിലും നടന്നു പോകുന്ന മുതിർന്നവരെ ആരെയും പുലി ആക്രമിച്ച് പിടിച്ചെങ്കിൽ അതിൻ്റെ ബാക്കി എന്ത് ഉത്തരം നമ്മൾ പറയും? ഇതിന് ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് അതിന് തത്തുല്യമായ ഒരു അന്ന് ആ കൂട് അവിടെ വെച്ചിരുന്നെങ്കിൽ, ആ പട്ടീനെ അതിനകത്ത് സ്ഥാപിച്ച് കൂട് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ പുലിയെ അന്ന് പിടിക്കാമായിരുന്നു. പക്ഷേ ഇവരുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് നമുക്ക് ഈ നാട്ടിൽ ജീവന് വളരെ ഭീഷണിയുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരണമെങ്കിൽ ഇവർ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ നമ്മൾക്ക് അംഗീകരിച്ച് തന്നെങ്കിൽ മാത്രമേ ഈ ഒരു പ്രദേശത്ത് ഉള്ള ആൾക്കാർക്ക് ഒരു ജീവന് തന്നെ ഭയമുണ്ട്. അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെ നമുക്ക്
ഇവർ നമ്മുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കും ഇവർ പിന്നെ കൂട് വെക്കും, അല്ലെങ്കിൽ CCTV അറ്റ്ലീസ്റ്റ് ഒരു CCTV സംഭവം വെച്ചിരുന്നെങ്കിൽ ഇതെന്താണ് വരുന്നത്. എന്നാണെങ്കിലും ആ പട്ടീനെ കൊന്നു, അതിൻ്റെ തലേ ദിവസം വേറെ ഒരു വീട്ടിൽ കയറി പട്ടീനെ കൊന്ന കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സംഭവത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും അവർ അതിനകത്തൊരു എന്നാ പറയേണ്ടത് ഒരു ഇൻട്രസ്റ്റ് എടുത്തില്ല. അതുതന്നെയാണ് ഇവിടുത്തെ ഒരു നമ്മുടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഈ മേഖലയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മൊത്തം വനം എന്ന് പറഞ്ഞാൽ ചുറ്റിലും നിബിഡമായ കാടാണ്. അതിന് എങ്ങനെയാണെങ്കിലും ഈ പുലി ഇവിടുന്ന് പോയിട്ടില്ല. ഇനി അടുത്ത ദിവസം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നല്ല ഒരു രീതിയിൽ ഒരു തീരുമാനം വരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മുൻ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ ഭീതിയിലാണുള്ളത്. എന്താണ് അധികൃതരോട് പറയാനുള്ളത്? ഇവിടെ വർഷങ്ങളായിട്ട് കുടിയേറ്റ ഭൂമിയിൽ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് വാണിയപ്പാറ മുരിക്കങ്കരി വാണിയപ്പാറ തട്ട് പ്രദേശം. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഫോറസ്റ്റ് ഉള്ളത്, പാറയ്ക്കാമലയുടെ മുകളിൽ. ഇവിടെ നിന്ന് ഈ സിബിയുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് പാറയ്ക്കാമലയിൽ വിരലെണ്ണാവുന്ന വീട്ടുകാരേ ഉള്ളൂ. കൃഷിഭൂമി തന്നെ കാട് പിടിച്ച് ഫോറസ്റ്റ് സമാനമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിനുള്ളിൽ കൂടി തന്നെയാണ് ഈ പറയുന്ന വന്യമൃഗങ്ങൾ നമുക്ക് ശല്യം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വരുന്നത്. സിബിയെ സംബന്ധിച്ചിടത്തോളം സിബി നല്ലൊരു കർഷകനാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പശുവിനെയും ആടിനെയും ഒക്കെ വളർത്തിയിട്ടുണ്ട്. ഈ നിരന്തരമായ ഈ വന്യജീവി ശല്യം കാരണമാണ് അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് വെറൊരു വളർത്തുമുഖമായ ഒരു നായയെ മാത്രം വളർത്തിക്കൊണ്ട് സിബി ഇപ്പം ഇവിടെ താമസിക്കുന്നത്. സിബിയെ സംബന്ധിച്ച് സിബി ഇത് ശരിക്കും വ്യക്തമായിട്ട് കണ്ടു. സിബിയുടെ ഭവനവും ഈ പട്ടിയുടെ കൂടും തമ്മിൽ ഒരു 20 മീറ്റർ പോലും വ്യത്യാസമില്ല. അപ്പം സിബി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുലി വന്ന് ഈ നായയെ പിടിച്ച് ഇറക്കി കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പം ഇനിയിപ്പോൾ തുടർന്ന് ഇതിനൊരു ശക്തമായ നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ മറ്റു മനുഷ്യർക്കും ഇവിടെ ഭീതിയില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കയറി വന്ന വഴികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വാണിയപ്പാറ തട്ടിലേക്കും അതുപോലെ തന്നെ പള്ളി, അതുപോലെ തന്നെ സ്കൂള്, മറ്റ് സ്ഥലങ്ങളിലേക്കും എല്ലാം ആൾക്കാർ നടന്ന് സഞ്ചരിക്കുന്ന ഒരു വഴിയും ഒക്കെ കൂടിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഭീതിയില്ലാതെ ജനങ്ങൾക്ക് അധിവസിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരാൻ വേണ്ടി ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ഒരു അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ വസിക്കുന്ന മനുഷ്യർക്ക് ഭീതിയില്ലാതെ സുരക്ഷിതമായി വസിക്കാൻ കഴിയണം. അവർ വളർത്തു മൃഗങ്ങൾക്കും ആ ഒരു സംരക്ഷണം ഇവിടെ കിട്ടണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ചിരിച്ചു തള്ളാനുള്ളതോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കാനുള്ളതോ അല്ല. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പുലിനെ നിരീക്ഷിക്കുകയും ഇവിടെ ഒരു CCTV സ്ഥാപിച്ചിട്ട് കൂട് വെച്ച് അതിനെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റിനും ഗവൺമെൻറ്റിനുമുണ്ട്. അതിനുവേണ്ടി ഉള്ള എല്ലാ പ്രോത്സാഹനവും സഹായവും ഞങ്ങൾക്ക് നൽകണം. ആൾക്കാരെല്ലാവരും ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയൊരു വീട്ടിൽ പോലും ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു മനുഷ്യന് പോലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് അവസ്ഥ. ഇപ്പം ശരിയാക്കി തരാൻ പരമ്പരയിൽ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതാണ്. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവരോട് പറഞ്ഞത് 4 കേസ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂട്, അതുപോലെ തന്നെ CCTV ഒക്കെ ഉൾപ്പെടെ ഒക്കെ വെച്ച് നിരീക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ചൊവ്വാഴ്ച പുലിയെ പിടിച്ചു, ബുധനാഴ്ച ഇവർ വന്നു. ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ആ നായയെ കൂട്ടിലിട്ട് ഇവിടെ രാത്രിയിൽ കാവലിരുന്നെങ്കിൽ പുലിയെ ശരിക്കും കൂട്ടിൽ തന്നെ പിടിക്കാമായിരുന്നു. പക്ഷേ അത്രയും നല്ലൊരു ചാൻസാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒഴിവാക്കിയിരിക്കുന്നത്. 4 കേസ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് കൂട് വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഇവിടുത്തെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ അവഗണന തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞതിന് ശേഷം മാത്രം കൂടും ക്യാമറയുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നിട്ട് കാര്യമില്ല. ഇത് ഇനിയും ഇവിടെ ഒരു വളർത്ത് നായയോ അതേപോലെ തന്നെ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അടിയന്തരമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു കൂട് സ്ഥാപിച്ച് അല്ലെങ്കിൽ CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും മെമ്പറുടെയും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ ഒക്കെ ആവശ്യം. ഇത് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.